അക്കൗണ്ടിംഗിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെറ്റി ക്യാഷ് ഫ്ലോയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് ഫ്ലോയെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരിക. ക്യാഷ് ബുക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പാർട്ട് പെറ്റി ക്യാഷ് ഫ്ലോ. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ കുറെ ട്രാൻസാക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും ഉണ്ട്. ഒരുപാട് പൈസ വരികയും ഒരുപാട് പൈസ പോവുകയും ചെയ്യുന്നുണ്ട്. വലിയ ബിസിനസ്സുകളിലൊക്കെ വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ തന്നെ ചില കുഞ്ഞു 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 ട്രാൻസാക്ഷൻസും ഉണ്ടായിക്കൊണ്ടിരിക്കും. പൈസയുടെ വരവ്, പൈസയുടെ പോക്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ സെയില് ഒരു സ്ഥാപനത്തിൽ നടന്നു. അപ്പോൾ തന്നെ നമ്മൾ ഒരു 10 രൂപയുടെ പെന്ന് വാങ്ങിയേക്കാം. അതും സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിൽ കറക്റ്റായിട്ട് രേഖയുള്ള പണത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തന്നെയാണ്. അത് രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ വലിയ ലക്ഷങ്ങളുടെ കോടികളുടെ കണക്കെഴുതുന്ന കാഷ്യർ ആ ബുക്കിൽ ഈ 10 രൂപയുടെ പെന്ന് വാങ്ങിയ കാര്യം കൂടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആ കാഷ്യർക്ക് ആ വലിയ ട്രാൻസാക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷൻസിനെ, സ്ഥാപനത്തിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ചിലവുകളെ, ഓക്കെ, അതൊരു പെന്ന് വാങ്ങുന്നതാവാം, പെൻസിൽ വാങ്ങുന്നതാവാം, ഒരു വണ്ടിക്കൂലി, ഒരു ട്രാവൽ എക്സ്പെൻസസ് ആവാം, ക്ലീനിങ്ങിന് കൊടുക്കുന്ന എക്സ്പെൻസ് ആവാം, പോസ്റ്റേജ് ആവാം, ടെലഗ്രാം ആവാം, ഓക്കെ, എന്തെങ്കിലും ചായ, അതുപോലെ റിഫ്രഷ്മെന്റ്സ് ആവാം. അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഉണ്ടാവും, പെറ്റി പേയ്മെന്റ്സ് ഉണ്ടാവും. ഈ പെറ്റി പേയ്മെന്റ്സിനെ മാത്രമായി മാറ്റി എഴുതുന്ന ഒരു ബുക്കാണ് നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക്. അപ്പൊ മെയിൻ കാഷ്യർ അല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. മെയിൻ കാഷ്യർക്ക് വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ സംഭവങ്ങളും ചെയ്യാനുണ്ട്. ആ ക്യാഷ് ഡീല് ചെയ്യുന്ന ആളുടെ മുന്നിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കും. അയാളെ നമ്മൾ പെറ്റി കാഷ്യർ എന്ന് പറയും. ഓക്കെ, അപ്പൊ പെറ്റി കാഷ്യർ അയാൾ നടത്തുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ചെലവുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ബുക്കിനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നോർമൽ ക്യാഷ് ബുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്കില് വലിയ സെയിലോ വലിയ പർച്ചേസുകളോ ബിൽഡിംഗ് വാങ്ങിയതോ ലാൻഡ് വാങ്ങിയതൊന്നുമില്ല. അതെല്ലാം മെയിൻ കാഷ്യറാണ് കൈകാര്യം ചെയ്തത്. അതല്ലാതെ സ്ഥാപനത്തിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചെറിയ ചെറിയ ചിലവുകൾ വഹിക്കാൻ, അതിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പെറ്റി കാഷ്യർ എന്നാണ് അയാളുടെ പേര്. അയാൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പൊ പെറ്റി ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടാവുക, പെറ്റി പേയ്മെന്റ്സ് ആണ് ഉണ്ടാവുക. പെറ്റി പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നും. പക്ഷെ ഒരു സ്ഥാപനത്തിൽ, വലിയൊരു സ്ഥാപനമാണെങ്കിൽ അതൊരു വർഷം, ഒരു മാസം അവസാനമാണെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും. അവിടുത്തെ ട്രാവലിംഗ് എക്സ്പെൻസസും, അവിടുത്തെ പോസ്റ്റേജ് എക്സ്പെൻസസും, അവിടുത്തെ ക്ലീനിങ് എക്സ്പെൻസസും, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പെറ്റി ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇത് മെയിൻ കാഷ്യർ പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ക്യാഷ് ബുക്കിൽ നിന്ന് ഇങ്ങനെ നിസാരമായ എമൗണ്ടുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന അത്ര സീരിയസ് അല്ലാത്ത ട്രാൻസാക്ഷനെ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും, ഈ ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഷ്യർ അടുത്തേക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് കാഷ്യറുടെ മുന്നിലേക്ക് ഈ ചെറിയ തുകയുടെ കാര്യങ്ങളുമായി ആളുകൾ ചെല്ലാതിരിക്കാനും ഒക്കെയാണ് ഈ പെറ്റി സിസ്റ്റം എന്ന് പറയുന്ന പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം തന്നെ സ്ഥാപനങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ വലിയ സ്ഥാപനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഈ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ കാഷ്യർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം ഇപ്പൊ മെയിൻ കാഷ്യർ ഈ മാസം, മെയിൻ കാഷ്യർ ആണ് പെറ്റി കാഷ്യർക്ക് തുക കൈമാറുന്നത്. നീ ഈ സ്ഥാപനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളൂ, ചെറിയ ചെറിയ പേയ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ നീ ഇതിൽ നിന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തുക കൈമാറുന്നത് മെയിൻ കാഷ്യർ ആണ്. ആർക്ക്? ക്യാഷ് ബുക്കിൽ നിന്ന് ഉള്ള ഒരു പേയ്മെന്റ് ഐറ്റമാണ് പെറ്റി കാഷ്യറിലേക്ക് ഒരു തുക കൈമാറുന്നത്. പെറ്റി കാഷ്യർക്ക് 1000 രൂപ കൊടുത്തു. 1000 രൂപ കൊടുത്ത് പെറ്റി കാഷ്യറോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, സ്ഥാപനത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഈ ക്യാഷ് കൗണ്ടറിലേക്ക് വിടരുത്, നീ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 1000 രൂപീസ് കൊടുക്കണം. ഇതിൽ നിന്ന് പെറ്റി കാഷ്യർ ചെറിയ ചെറിയ പോസ്റ്റേജ്, ഒരു കൊറിയർ കൊടുക്കാനുണ്ട്, 10 രൂപ, 5 രൂപ, 8 രൂപ, 25 രൂപ, 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് എല്ലാം, ഈ ചെറിയ ചെറിയ പേയ്മെന്റുകളെല്ലാം ഈ പെറ്റി കാഷ്യർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ മാസം അവസാനമായപ്പോൾ 1000 രൂപയിൽ നിന്ന് 800 രൂപ ചിലവായി എന്ന് വിചാരിച്ചോളൂ.
200 രൂപ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പൊ ഒരു മാസത്തെ എല്ലാ ചെലവുകളും കൈകാര്യം ചെയ്യുന്നത് പെറ്റി ട്രാൻസാക്ഷൻ പെറ്റി കാഷ്യർ ആണ്. അയാൾ ഒരു മാസത്തെ പെറ്റി ആയിട്ടുള്ള ഇങ്ങനെ ചില്ലറ ചെലവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 800 രൂപ ചെലവായി. ഈ മാസം അവസാനം അയാൾക്ക് 200 രൂപ ബാക്കിയുണ്ട്. അടുത്ത മാസം ആദ്യം മെയിൻ കാഷ്യർ ഇയാൾക്ക് ഒരു 800 രൂപ കൂടി കൊടുത്ത് അയാളുടെ കയ്യിലുള്ള പൈസ പിന്നീട് എന്താക്കി വെക്കും, അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ 1000 രൂപ തന്നെ ആക്കി വെക്കും. ഓക്കെ, ഈ സിസ്റ്റത്തെയാണ് പറയുന്നത് ഇംപ്രസ് സിസ്റ്റം. എല്ലാ മാസത്തിന്റെയും ഓപ്പണിംഗ് ഡേറ്റില് ഇയാളുടെ കയ്യിൽ 1000 രൂപ തന്നെ ആയിരിക്കും. ഓക്കെ, ഓരോ മാസവും ചെലവാകുന്ന പൈസ മെയിൻ കാഷ്യർ ഇയാൾക്ക് കൊടുത്ത് ഓപ്പണിംഗ് ഡേറ്റിൽ ഇയാളുടെ കയ്യിലുള്ള പൈസ 1000 രൂപ തന്നെ ആക്കി വെക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിസ്റ്റത്തിലാണ് ഇംപ്രസ് സിസ്റ്റത്തിലാണ് നമ്മൾ പെറ്റി ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മുൻകൂട്ടി പറയാൻ അറിയില്ലല്ലോ ഒരു മാസം എത്ര പെറ്റി ക്യാഷ് വരുന്നു. ഒരു തുക അയാൾക്ക് കൊടുക്കും. 1000 സപ്പോസ് 1000 എന്ന് വിചാരിച്ചു. ഒരു മാസം ഈ 1000-ൽ നിന്ന് ഇയാളുടെ ചെലവുകളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. 1000-ൽ നിന്ന് ഇയാളുടെ ചെലവുകളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. 800 രൂപയാണ് ഇയാൾക്ക് ചെലവായത്. അയാൾക്ക് ബാലൻസ് 200 രൂപ ബാലൻസ് വന്നു. 200 രൂപ ബാലൻസ് വന്നു. ഓക്കെ, അപ്പൊ ഈ ബാലൻസിനെ വീണ്ടും 1000 രൂപയാക്കാൻ ഒരു 800 രൂപ കൂടി കൊടുത്ത് അയാളുടെ ബാലൻസ് അയാളുടെ ഓപ്പണിംഗ് ബാലൻസ് എത്ര രൂപ തന്നെയാക്കി, 1000 രൂപ തന്നെയാക്കി. ഇങ്ങനെ പെറ്റി ക്യാഷ് കൈമാറുന്ന ഈ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇംപ്രസ് സിസ്റ്റം. അപ്പൊ ഇംപ്രസ് സിസ്റ്റത്തിലാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, നോർമൽ ക്യാഷ് ബുക്കിൽ നിന്ന് മാറിക്കൊണ്ട് നോർമൽ ക്യാഷ് ബുക്കിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോർമൽ ക്യാഷ് ബുക്കിൽ പേയ്മെന്റ് റെസിപ്റ്റുകളുണ്ട്. പക്ഷെ ഇവിടെ പേയ്മെന്റ്സ് മാത്രമാണ് ഉണ്ടാവുക. റെസിപ്റ്റ് എന്ന് പറയുന്നത് ഈ മെയിൻ കാഷ്യർ ഈ ചില്ലറ ചെലവുകളെല്ലാം നീ നോക്കണം എന്ന് പറഞ്ഞൊരു തുക പെറ്റി കാഷ്യർക്ക് കൈമാറുന്നതാണ് റെസിപ്റ്റ്. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്, എക്സ്പെൻസുകൾ തന്നെയാണ്. ഓക്കെ, ബാക്കി എല്ലാ എക്സ്പെൻസുകൾ തന്നെയാണ്. മന്ത് എൻഡില് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ആ ബാലൻസിനെ മുമ്പുള്ള ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്, മുമ്പുള്ള പൈസക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ട് കാഷ്യർ വീണ്ടും ഇയാൾക്ക് തുക കൈമാറും. അപ്പൊ എല്ലാ മാസവും 1-ാം തീയതി നോക്കുമ്പോൾ ഈ പെറ്റി കാഷ്യർ കയ്യിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള തുക ഉണ്ടാവും. ഓക്കെ, ഈ സിസ്റ്റത്തെ പറയുന്ന പേരാണ് എന്ത്, ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഇനി പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കാം. എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഓക്കെ, നമുക്ക് ഒരു പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത പെറ്റി ട്രാൻസാക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പെറ്റി ട്രാൻസാക്ഷൻസ്. നമുക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പെറ്റി ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ചില കോളം, അതായത് നമുക്കിപ്പോ ഒരു സ്ഥാപനത്തിൽ ഈ വർഷം പോസ്റ്റേജിന് എത്ര തുക വന്നു എന്ന് മനസ്സിലാക്കാൻ പോസ്റ്റേജിന് വേണ്ടിയിട്ട് ഒരു കോളം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ട്രാവൽ എക്സ്പെൻസ്, ഓക്കെ, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം, ഓക്കെ, ട്രാവൽ എക്സ്പെൻസ് എത്ര തുക വന്നു എന്ന് മനസ്സിലാക്കാൻ ട്രാവൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു കോളം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസിന് വേണ്ടിയിട്ട് പ്രത്യേക കോളങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു അനലൈസ് നടത്താൻ വേണ്ടി, അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ഒരു അനലൈസ് നടത്താൻ വേണ്ടി, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പെറ്റി ട്രാൻസാക്ഷൻസിന് കോളം കൊടുത്തിട്ടുള്ള അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. അതിൽ അനലിറ്റിക്കൽ കോളംസ് ഉണ്ടാവില്ല. അതായത് പേയ്മെന്റ് റെസീപ്റ്റ് മാത്രമുള്ള പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ ഒരു മാതൃക. നോക്കുക, അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കില് റെസിപ്റ്റ് ഇവിടെയാണ് വരുന്നത്, ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, പേയ്മെന്റ്. ഓക്കെ, ഇത്രയും മാത്രമായാൽ എന്തായി, സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കായി. നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ 4 കോളങ്ങൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര കോളം വേണമെങ്കിലും ആവാം. നിങ്ങളുടെ ഇതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കോളങ്ങൾ കൊടുക്കാം. ഓക്കെ, അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റത്തെ ഐറ്റം സ്വാഭാവികമായും ക്യാഷ് ഫ്രം മെയിൻ കാഷ്യർ ആണ്. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകിയ തുകയാണ് ആദ്യത്തെ ഐറ്റം. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകിയ തുക, അത് ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ച് കണ്ടുപിടിക്കണം. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെയിൻ പെറ്റി കാഷ്യർക്ക് എപ്പോൾ 0 ആണ്, നമ്മുടെ പൈസയൊന്നുമില്ല. അപ്പൊ നീ പെറ്റി ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് നോക്കിക്കോളണം. ഇനിയുള്ള ചെറിയ ചെലവിനൊന്നും മെയിൻ കാഷ്യറിലേക്ക് വരരുത്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തുക പെറ്റി കാഷ്യറെ ഏൽപ്പിക്കുകയാണ്, മെയിൻ കാഷ്യർ ഏൽപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ ഏക റെസിപ്റ്റ്. അതാണ് നമുക്ക് ഏക വരുമാനം. റെസിപ്റ്റ് പെറ്റി കാഷ്യർക്ക് വരുന്ന ഏക റെസിപ്റ്റ്. ഓക്കെ, അത് നമ്മള് ഇവിടെയാണ് എഴുതുന്നത്. പെറ്റി കാഷിൽ തന്നതാണ് 1000 രൂപ.
ഇത് ഡേറ്റ് എഴുതാനുള്ള കോളമാണ്, നമ്മൾ ഡേറ്റ് എഴുതിക്കോളാം. ഡേറ്റ് എഴുതാനുള്ള കോളമാണ്, ഡേറ്റ് എഴുതിക്കോളാം. മനസ്സിലായോ? ഇത് മെയിൻ കാഷ്യറിൽ നിന്ന് പെറ്റി കാഷ്യർക്ക് ചെലവ് നടത്താൻ കിട്ടിയ തുകയാണ്. ചെലവ് നടത്താൻ വേണ്ടി മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർ ഏൽപ്പിച്ച തുകയാണ്. ഓക്കെ, ഇനി ചെറിയ ചെറിയ ചെലവുകൾ വരികയാണ്. നമുക്കത് പോസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ എക്സ്പെൻസ് പോസ്റ്റേജ് ആണ്. പോസ്റ്റേജ് സ്ഥാപനത്തിൽ വരുന്ന പെറ്റി കാഷ്യറാണ്. സ്വാഭാവികമായിട്ട് സ്ഥാപനത്തിൽ പോസ്റ്റേജ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. സ്റ്റാമ്പ് വാങ്ങി എവിടെയെങ്കിലും അയക്കാനൊക്കെ ഉണ്ടാവും. അതൊരു 10 രൂപ. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ എഴുതുക പോസ്റ്റേജ്. ഇവിടെ പേയ്മെന്റിൽ 10 രൂപ എഴുതാം. ഈ പോസ്റ്റേജ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഐറ്റംസ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോസ്റ്റേജ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തൊന്നുണ്ടാവും. അപ്പൊ ഒരു കോളം നമുക്ക് ആർക്ക് വേണ്ടി മാറ്റിവെക്കാം? പോസ്റ്റേജിന് വേണ്ടി മാറ്റിവെക്കാം. അവിടെ കൂടി 10 രൂപ എഴുതും. ഓക്കെ, പോസ്റ്റേജിന് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ ഓക്കെ അടുത്തത് ട്രാവൽ എക്സ്പെൻസസ് ആണ്. ട്രാവൽ എക്സ്പെൻസസ് ഓട്ടോ ചാർജ് 25. ട്രാവൽ എക്സ്പെൻസസ് ആണ്. ട്രാവൽ എക്സ്പെൻസസ് ആണ്. അപ്പൊ ട്രാവൽ എക്സ്പെൻസ് നമ്മൾ എഴുതുന്നു. ഓക്കെ, 25 രൂപ എഴുതുന്നു. ട്രാവൽ എക്സ്പെൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം ആണ്. ടോട്ടൽ ട്രാവൽ എക്സ്പെൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസിന് ഒരു കോളം കൊടുക്കാം. ട്രാവൽ എക്സ്പെൻസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കി ട്രാവൽ എക്സ്പെൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം ആണ്. എത്രയാണ് ട്രാവൽ എക്സ്പെൻസിന്റെ ടോട്ടൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്കലിലെ ഒരു കോളം ആർക്ക് കൊടുക്കാം? അനലൈസിംഗിലെ ഒരു കോളം നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കാം. ട്രാവൽ എക്സ്പെൻസിന്റെ ആ തുക എവിടെയും ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് ക്ലീനിങ് എക്സ്പെൻസസ് എന്നാണ്. ക്ലീനിങ് എക്സ്പെൻസസ് 25 രൂപ എഴുതി. ക്ലീനിങ് എക്സ്പെൻസ് മാസത്തിൽ ഒന്നാണ് വരുന്നത്. അതിനുവേണ്ടി പ്രത്യേക കോളം നമ്മൾ മാറ്റിവെക്കുന്നൊന്നുമില്ല. എങ്കിൽ അവസാനത്തെ കോളം അതേഴ്സ് എന്ന കോളത്തിലേക്ക് ഈ 25 രൂപ എഴുതി വെക്കാം. ഓക്കെ, അതേഴ്സ് പ്രത്യേകിച്ച് കോളം മാറ്റിവെച്ചിട്ടില്ലാത്ത സാധനങ്ങൾ എഴുതാനുള്ള കോളമാണ് അതേഴ്സ്. അടുത്തത് ക്ലീനിങ് എക്സ്പെൻസസ് 25. അടുത്തത് പിന്നീട് ഒരു സ്റ്റേഷനറി പെൻ ആൻഡ് പെൻസിൽ, പെന്നും പെൻസിലും ഒക്കെ വാങ്ങി 25 രൂപ. പെൻ ആൻഡ് പെൻസിൽ 25. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുമല്ലോ. അപ്പൊ ഇതിലെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു കോളം സ്റ്റേഷനറി കോളം കൊടുക്കാൻ സ്ഥലമില്ല. കഴിഞ്ഞു നമ്മുടെ കോളം. നിങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ കൊടുത്തുള്ള ഈ പെൻ ആൻഡ് പെൻസിലിനെ നമ്മൾ സ്റ്റേഷനറിയിൽ കൂടി എഴുതി വെക്കുക. എത്രയാണ് സ്റ്റേഷനറി എന്ന് നമുക്ക് മനസ്സിലാവണം. ഒരു വർഷം വാങ്ങിയ സ്റ്റേഷനറി എത്രയാണെന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമ്മള് ചായ, ഫുഡ് എക്സ്പെൻസസ് ഉണ്ട്. ഫുഡ് ചായ ഒക്കെ വാങ്ങി കൊടുത്താൽ റീഫ്രഷ്മെന്റ്സ് ഉണ്ട്. റിഫ്രഷ്മെന്റ്സ് എക്സ്പെൻസസ് ഉണ്ട്. അതൊരു 50 രൂപയാണ്. ജസ്റ്റ് നമുക്ക് നമ്മൾ കോഫി ഓഫർ ചെയ്തതാണ്. 50 രൂപയാണ്. അത് നമുക്ക് എഴുതാം. ഫുഡ് എക്സ്പെൻസ് 50 രൂപ. നമുക്ക് കോളമില്ല. പോസ്റ്റേജിൽ എഴുതാൻ പറ്റില്ല, ട്രാവലിൽ എഴുതാൻ പറ്റില്ല, സ്റ്റേഷനറിയിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റാത്ത സാധനങ്ങൾക്ക് എഴുതാനുള്ള സ്ഥലമാണ് നമ്മുടെ അതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. ഓട്ടോ ചാർജ് ഉണ്ട്. ഓട്ടോ ചാർജ് ഉണ്ട് 100 രൂപ. ഓട്ടോ ചാർജ് 100 രൂപയുണ്ട്. ഈ ഓട്ടോ ചാർജ് 100 രൂപ നമുക്ക് പോസ്റ്റേജിൽ എഴുതാൻ പറ്റില്ല. നമ്മൾ ട്രാവൽ എക്സ്പെൻസിൽ എഴുതാൻ 100 രൂപ. എഴുതാൻ പറ്റില്ലെങ്കിൽ ഇതിലൊന്നും പറ്റാത്ത ഐറ്റം ആണെങ്കിൽ നമുക്ക് അതേഴ്സിൽ എഴുതാം. ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പോസ്റ്റ് ചെയ്ത് പോകുന്നത്. ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാം. നമുക്ക് ടെലിഫോൺ എക്സ്പെൻസസ് 100 രൂപ. ഓക്കെ, ടെലിഫോൺ എക്സ്പെൻസസ് 100 രൂപ. ഓക്കെ, ടെലിഫോൺ എക്സ്പെൻസസ് 100 രൂപ നമ്മൾ എഴുതി. ടെലിഫോൺ എക്സ്പെൻസസ് 100 രൂപ. പോസ്റ്റേജിൽ എഴുതാൻ പറ്റില്ല, ട്രാവൽ എഴുതാൻ പറ്റില്ല, സ്റ്റേഷനറിൽ എഴുതാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് അതേഴ്സിൽ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, അനലറ്റിക്കൽ കോളം ഏതൊക്കെ വേണം, ഏതൊക്കെ ഹെഡിങ് കൊടുക്കണം, അപ്പൊ നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയ പെറ്റി ക്യാഷ് ബുക്ക് ട്രാൻസാക്ഷനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അതേഴ്സ് എന്നൊരു കോളം കമ്പൽസറി ആയിട്ട് കൊടുക്കുക. ഇതിലൊന്നും പെടുത്താൻ പറ്റാത്ത ഐറ്റംസിനെ നമുക്ക് ആ അതേഴ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കിന് ഈ കോളങ്ങൾ ഉണ്ടാവില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അനലറ്റിക്കൽ അല്ലാത്ത സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കോളംസ് ഒന്നും ഉണ്ടാവില്ല. അനലറ്റിക്കൽ കോളംസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സെയിം ആണ്, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്റ്റുകളും ഇവിടെ പേയ്മെന്റുകൾ മാത്രമേ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് നോക്കാം. ബാലൻസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ എല്ലാം ടോട്ടൽ എഴുതുക. ഇത് 200 രൂപയാണ്, ഇത് 25 രൂപയാണ്, ഇത് 125 രൂപയാണ്, ഇത് 10 രൂപയാണ്. 200 രൂപ, 25 രൂപ, 125 രൂപ, 10 രൂപ. ഓക്കെ, 200
സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതിന്റെ ടോട്ടൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ടോട്ടൽ തന്നെയായിരിക്കും 360 രൂപയാണ് ടോട്ടൽ. ഇതിന്റെ ടോട്ടൽ തന്നെയായിരിക്കും. ഈ രണ്ടിന്റെ ടോട്ടൽ സെയിം ആയിരിക്കും. 200, 250, 300, 360 രൂപയാണ് ടോട്ടൽ വരുന്നത്. ഇവിടെ 175 രൂപയാണ്. 175 രൂപ, 25 രൂപ, 125 രൂപ, 10 രൂപ, 200, 325, 335 രൂപയാണ് ടോട്ടൽ. 335 രൂപയാണ് ടോട്ടൽ. ഓക്കെ, സംശയമില്ലല്ലോ. 200, 250, 300, 325, 325. ഇവിടെ രണ്ട് ടോട്ടൽ സെയിം ആയിട്ട് 335 രൂപയാണ് ടോട്ടൽ. ഇതിന്റെ ടോട്ടൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ബാലൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കുക. ബാലൻസ് 1000 നിന്ന് 335 രൂപ കുറയ്ക്കുന്നതാണ് ഇതിന്റെ ബാലൻസ്. 1000 നിന്ന് 335 രൂപ കുറച്ചാല് 665 രൂപയാണ് കിട്ടുന്നത്. 335 രൂപ കുറച്ചാല് 665 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 665 രൂപയാണ് ബാലൻസ്. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഈ വർഷത്തെ ഈ ഒരു പ്രത്യേക പീരീഡില് സ്റ്റാർട്ടിംഗിൽ 1000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ വന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ 1000 രൂപയിൽ നിന്ന് പെറ്റി ക്യാഷിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൈകാര്യം ചെയ്തപ്പോൾ അയാൾക്ക് 335 രൂപ ചെലവായി. അയാളുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ള പൈസ 665 രൂപയാണ്. ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് ഇവിടെ അവസാനിച്ചു. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ പീരീഡിലെ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു. മനസ്സിലായോ? സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ചെറിയ ചെറിയ കൂട്ടലും കുറയ്ക്കലും മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുക, തെറ്റാതെ ചെയ്യാൻ പറ്റും. പെറ്റി ക്യാഷ് അടുത്ത വർഷം സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇംപ്രസ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു. ഇംപ്രസ്ഡ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇംപ്രസ് സിസ്റ്റത്തെ എന്ന് പറഞ്ഞാല് ഇയാളുടെ കയ്യിൽ ബാലൻസ് ഉള്ളത്, അടുത്ത വർഷത്തേക്ക് ഇയാൾക്ക് ബാലൻസ് ഉള്ളത്, ഇയാളുടെ കയ്യിലുള്ളത് 665 രൂപയാണ് അല്ലെ. അടുത്ത ഏരിയയില് അയാൾക്ക് ബാലൻസ് ഉള്ളത് ഈ ബാലൻസ് ആണ് 665 രൂപയാണ്. ഓക്കെ, ആ മെയിൻ ക്യാഷ്യർ അയാൾക്ക് നേരത്തെ പറഞ്ഞ ഈ ക്യാഷ്യർ നേരത്തെ 1000 രൂപ കൊടുത്ത ക്യാഷ്യർ ഇത്തവണ അയാൾക്ക് 335 രൂപയും കൂടി കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഇയാളുടെ കയ്യിൽ പഴയ 665 ഉണ്ട്, ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയ 335 രൂപയുണ്ട്. ഈ 1000 തന്നെ അടുത്ത സ്റ്റാർട്ടിങ്ങിൽ ഇയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഈ സിസ്റ്റത്തിനെയാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനെയാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ ആണ് കാര്യങ്ങള്. റെസിപ്റ്റ് ഇവിടെ എഴുതുന്നു, ഐറ്റംസ് ഇവിടെ എഴുതുന്നു, പേയ്മെന്റുകൾ ഓരോന്ന് എഴുതുന്നു. ഈ പേയ്മെന്റുകൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിൽ കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. കോളം ഇല്ലെങ്കിൽ അതേഴ്സിന്റെ കോളത്തിൽ എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്നത് ഈ 1000 നിന്ന് ഇതിന്റെ ടോട്ടലിനെ കുറച്ച് ബാലൻസ് ചെയ്യുന്നു. 1000 ഈ ടോട്ടൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് 665 കിട്ടും. ആ പീരീഡിലെ കാര്യങ്ങൾ ഒക്കെ ആയി. അടുത്ത പീരീഡിലേക്ക് വരുമ്പോൾ ഈ 665 ഇവിടെ ബാലൻസ് ആയിട്ട് അയാളുടെ കയ്യിൽ തന്നെയുണ്ട്. അയാളുടെ കയ്യിലുള്ള തുക ഈ 1000ത്തിലേക്ക് എത്തിക്കാൻ 335 രൂപ കൂടി ആര് കൊടുക്കുന്നു? മെയിൻ ക്യാഷ്യർ കൊടുക്കുന്നു. സോ അയാളുടെ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലും അയാളുടെ കയ്യിൽ 1000 രൂപ തന്നെയുണ്ട്. ഈ സിസ്റ്റത്തിനെയാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിമ്പിൾ ക്യാഷ് ബുക്ക് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള കോളംസ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കോളം, ഈ ഒരു 4 കോളം ഉണ്ടാവില്ല. ഇത് ബാക്കിയുള്ളത് സിമ്പിൾ ക്യാഷ് ബുക്ക് ആയി. ഓക്കെ, അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആണ് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന് ചില ഐറ്റംസിനെ അനലൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് പോസ്റ്റേജിന് എത്ര തുക വരുന്നുണ്ട് എന്ന് ടോട്ടൽ കണ്ടുപിടിക്കാം. പോസ്റ്റേജിന് 10 രൂപ വന്നിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ പോസ്റ്റേജിന് നമ്മൾ പിന്നെയും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ചെയ്യണം. ഇത് കുറെ ഐറ്റംസ് ഉണ്ട്, എത്ര അല്ലല്ലോ ഉണ്ടാവും, 1000കണക്കിന് ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ പോസ്റ്റേജിന് മാത്രം എത്ര വന്നു, ട്രാവലിന് മാത്രം എത്ര വന്നു, സ്റ്റേഷനറിക്ക് മാത്രം എത്ര വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ മനസ്സിലായി. പോസ്റ്റേജ് ഇപ്പോ ചില കാര്യങ്ങൾ സ്റ്റേഷനറി എത്ര രൂപ ഈ വർഷം സ്റ്റേഷനറി ആയിട്ട് ചെലവായി എന്ന് മനസ്സിലാണെങ്കിൽ ഈ സ്റ്റേഷനറിയുടെ ടോട്ടൽ മാത്രം എടുത്തു നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള സൗകര്യം കൂടി ഈ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ എല്ലാ മാസത്തെയും ഓപ്പണിംഗ് ഡേറ്റിൽ അയാളുടെ കയ്യിലുള്ള തുക ഒരു ഫിക്സഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്
ഓരോ പീരീഡിലും ചെലവാകുന്ന തുക മെയിൻ കാഷ്യർ ഇയാൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഈ 335 ചെലവായി, അടുത്ത വർഷം ആ 335 കൊടുത്തു. ഇയാളുടെ ബാലൻസ് എത്ര തന്നെയാക്കി? 1000 തന്നെയാക്കി. ഇയാളുടെ കയ്യിലുള്ള തുക 1000 തന്നെയാക്കി. ഈ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഇംപ്രസ് സിസ്റ്റം എന്ന് പറയും. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തിട്ട് ഒരു അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഈ കോളംസ് ഏതൊക്കെ വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേഴ്സിന് എന്തായാലും കോളം വേണം. ഈ ടോട്ടലും സെയിം ആയിരിക്കും, കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഈ ക്യാഷും കൂടിയാണ് ബാലൻസ് ചെയ്യുന്നത്. ആ ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ അടുത്ത വർഷം അതിനെ ഈ എമൗണ്ട് ആക്കാനുള്ള പൈസ മെയിൻ ക്യാഷിയർ കൊടുക്കും. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാനാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ. വലിയ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, ചെറിയൊരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആണ്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കാൻ ആ അനലിറ്റിക്കൽ കോളംസ് നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ആയിട്ട് മാറും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.